ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി പർച്ചേസ് റിട്ടേൺസ് ആണ് വരിക. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് നോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻവെന്ററി എഫക്റ്റ് ചെയ്ത് നമ്മൾ അക്കൗണ്ട്സ് മാത്രം കറക്റ്റ് ചെയ്യാനാണ് ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ട്രാൻസാക്ഷൻസിൽ പോവാം. അതിൽ വൗച്ചേഴ്സ് ഉണ്ട്. വൗച്ചേഴ്സിൽ നമുക്ക് ഇവിടെ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. നമുക്കിവിടെ ഇനി സെയിൽസ് ഇൻവോയ്സ് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ ബാങ്ക് ഓർ കാർഡ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ലെഡ്ജർ ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ താഴെ വന്നിട്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് കൊടുക്കുക. അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ കൊടുക്കുക. അതിനുശേഷം ഇവിടെ യൂണിറ്റ് പ്രൈസ് എത്രയാണോ ടോട്ടൽ എമൗണ്ട് കൊടുക്കുക. അതിൽ ഡിസ്കൗണ്ട് എത്രയാണോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ വന്നിട്ട് ഇനി നമുക്ക് നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെബിറ്റ് നോട്ട് എൻട്രി നമുക്ക് കംപ്ലീറ്റ് ആവും. ഇതാണ് നമ്മുടെ ഡെബിറ്റ് നോട്ടിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് നോട്ട്സ് കാണണമെങ്കിൽ ഇവിടെ ലിസ്റ്റിൽ പോവാം. ഇവിടെ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി റിപ്പോർട്ട്സിൻ്റെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് റിപ്പോർട്ട്സിൽ പോവാം. ഇവിടെ അക്കൗണ്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡെബിറ്റ് നോട്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഡെബിറ്റ് നോട്ട്സും അവൈലബിൾ ആയിരിക്കും. ഇവിടെ തന്നെ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റിപ്പോർട്ട് പീരീഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സപ്ലയറിൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് ഡാറ്റാസ് ഫിൽറ്റർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാനും പറ്റും. ഇത്രയാണ് നമുക്ക് ഡെബിറ്റ് നോട്ടിൻ്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.